ഹായ്, നമ്മൾ എന്നും പച്ചക്കറികളെ കുറിച്ചല്ലേ പറയാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ആരോഗ്യം കൂടി നോക്കണ്ടേ. നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇപ്പോൾ എൻ്റെ ഒരു പ്രായത്തിൽ കുറേ പ്രശ്നങ്ങളുള്ളത് തടി വയ്ക്കുക. ശരിക്കും തടി വയ്ക്കുകയല്ല കേട്ടോ, കൊഴുപ്പ് കൂടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എന്നെ സംബന്ധിച്ച് കയ്യിൻ്റെ ഇവിടെയൊക്കെയാണ് കൊഴുപ്പ് കൂടുക. അപ്പോൾ നമുക്ക് ഈ ഡ്രസ്സ് നോക്കിയാൽ തന്നെ അറിയാം ഇത് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ തടി നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും, ചേച്ചി തടി കുറഞ്ഞാ, ചേച്ചി എന്തെങ്കിലും ചെയ്യണ്ടെന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ആൾക്കാർക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ വണ്ണം കുറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നമുക്ക് കൊഴുപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തടി വെക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്നത് കൂടുതലും കൊഴുപ്പ് കൂടുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു 45 വയസ്സൊക്കെ ഉള്ളവർക്ക് അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെ വണ്ണം വയ്ക്കും, ഈ കയ്യിൻ്റെ ഇവിടെ നന്നായിട്ട് വണ്ണം വയ്ക്കും, 2 കയ്യിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോൾഡർ ഉണ്ടല്ലോ, ഈ ഷോൾഡറിൻ്റെ ഇവിടെ ഒരു ഹമ്പ് പോലെയൊക്കെ വരും. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, നമുക്കൊരു ഏജ് കഴിയുമ്പോൾ, ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഏജ് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് അവിടെയൊക്കെ ഒരു ഹമ്പ് വരും. പിന്നെ നമുക്കതുപോലെ തന്നെ ഇവിടെ നമുക്ക് നന്നായിട്ട് ഈ വയറിൻ്റെ ഇവിടെയൊക്കെ ഫാറ്റ് വരും. അപ്പോൾ നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും നമുക്കൊരു അൺകംഫേർട്ട് ഫീൽ ചെയ്യും, ഒരു സുഖമല്ലാത്ത രീതിയിൽ. നമ്മുടെ പഴയ ഡ്രസ്സൊന്നും നമുക്ക് ഇടാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് തടി കുറയ്ക്കണം, അല്ലെങ്കിൽ തടി കുറയ്ക്കാമെന്ന് ഞാൻ പറയണില്ല, കൊഴുപ്പ് കുറയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്നവർ ഇത് ചെയ്യരുത് കേട്ടോ. അവരൊക്കെ നിങ്ങൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് തന്നെ ചെയ്യണം. നമ്മൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കാത്തവർ, എന്നാൽ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മുടെ ആരോഗ്യം പോകുന്നുണ്ട്, നമുക്ക് കൊഴുപ്പ് കുറയ്ക്കണം, അങ്ങനെയുള്ളവർക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ അതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവർ ഇത് ഫോളോ ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നന്നായിട്ട് ചായ കുടിക്കുന്നവർ, മധുരം കഴിക്കുന്നവരാണെങ്കിൽ ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നന്നായിട്ട് ചായ കുടിക്കും. ചായ അല്ലെങ്കിൽ കാപ്പിയാണ് മെയിൻ കുടിക്കുക. അതായത് ഒരൊറ്റ കപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പണ്ടത്തെ നാഴി എന്നൊക്കെ പറയും. ആ ഒരൊറ്റ നാഴി ഞാൻ രാവിലെ പകുതി പാല് പകുതി വെള്ളം എടുത്ത് നല്ല ബ്രൂ കോഫി ഞാൻ കഴിക്കും. അപ്പോൾ എനിക്കിങ്ങനെ വെയിറ്റ് ഇങ്ങനെ കൂടി തോന്നുന്നുണ്ട്. പക്ഷെ എൻ്റെ വിചാരം ചോറ് കുറച്ചാൽ മതി, അങ്ങനെയാണല്ലോ നമ്മൾ വിചാരിക്കുക. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് നാൾ ചോറ് കുറച്ച് നോക്കി, പക്ഷെ വെയിറ്റ് കുറയണില്ല. വളരെ മൈന്യൂട്ടായിട്ട് 1 കിലോനൊക്കെയാണ് 3 മാസം കഴിയുമ്പോൾ കുറയണം. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ, മധുരം ഓവറായെങ്കിലോ, ഇപ്പോൾ ഇതുവരെ നമുക്ക് ഷുഗറും പ്രഷറൊന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ കാപ്പി ഒന്ന് നിർത്തിയാലോ എന്ന് വിചാരിച്ചു. നമുക്കറിയാം കാപ്പി ഭയങ്കര അഡിക്ഷനാവും, എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പാൽ കാപ്പി അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഫസ്റ്റ് 3 മാസത്തിൽ നമ്മൾ പാലൊഴിച്ച കാപ്പി, അതുപോലെ തന്നെ എല്ലാ മധുരങ്ങളും ഞാൻ അങ്ങോട്ട് നിർത്തി. കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ. കാരണം രാവിലെ നമുക്ക് എണീറ്റ വഴിക്ക് ഇതിങ്ങനെ ടെൻഡൻസി വരും, പാല് കാണുമ്പോഴും കാപ്പിപ്പൊടി കാണുമ്പോഴും നമുക്ക് ആ മണം അതൊക്കെ ഓർമ്മ വരും. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്ക് ഓക്കെ. അപ്പോൾ ഫസ്റ്റ് 3 മാസം ഞാൻ ചെയ്തത്, നമ്മൾ ഈ പാല് കൊണ്ട് മധുരമുള്ള ഐറ്റങ്ങൾ എല്ലാം, ഐസ്ക്രീം, നമ്മൾ കല്യാണത്തിന് പോയാലും ഞാൻ ഐസ്ക്രീം കഴിച്ചിരുന്നില്ല. അങ്ങനെ 3 മാസം നമ്മൾ മധുരം കംപ്ലീറ്റ് ഒഴിവാക്കി. പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചോറാണെങ്കിൽ കുറച്ച് കുറയ്ക്കുക, വേറെ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡും കഴിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇറച്ചിയോ മീനോ എന്ത് ഫുഡ് നമുക്ക് കഴിക്കട്ടെ, ഞാൻ ഈ പറയുന്ന രീതിയിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് 3 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെയിറ്റ് ഒന്ന് നോക്കുക. നമ്മളിപ്പോൾ സ്ഥിരം ഈ വെയിങ് മെഷീൻ ഉള്ളത് കൊണ്ട് നമുക്കറിയാം. ഇപ്പം ഞാൻ 71 കിലോനായിരുന്നു ഇത് ചെയ്യുന്നതിനേക്കാളും മുൻപ്. ഇത് ചെയ്ത് 3 മാസം കഴിയുമ്പോഴേക്കും ഒരു 4 കിലോ കുറഞ്ഞു കിട്ടി. പിന്നെ നമുക്ക് അങ്ങനെ മധുരത്തിനോട് വലിയ താല്പര്യമൊന്നും വരില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങിയില്ല, ഒരു 2 മാസമൊക്കെ ചെയ്താൽ നമുക്ക് പിന്നെ ഇതിനോടുള്ള ഇഷ്ടങ്ങൾ കുറയും. പിന്നെ നമ്മൾ ചോറിൻ്റെ അളവ് അത് പരമാവധി എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന്, സെക്കൻഡ് ട്രിപ്പ് നമ്മൾ പോയി എടുക്കാത്ത രീതിയിൽ. പക്ഷെ കറികൾ ഞാൻ എല്ലാം നന്നായി കഴിക്കട്ടെ, എല്ലാ തരം മീറ്റ്സും, അതായത് ഇറച്ചികളും ഞാൻ കഴിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വെയിറ്റ് കൂടുകയൊന്നുമില്ല. നമ്മുടെ ഈ ഫാറ്റ് പോകാനാണ്. നമുക്ക് ഈ മധുരം ഇതിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്ര ഇറച്ചി ഇതൊക്കെ കഴിക്കാം. പിന്നെ ബേക്കറികളൊക്കെ ഒന്ന് ചെറുതായിട്ട് കഴിക്കേണ്ടെന്നൊന്നും പറയണില്ല കേട്ടോ, ഞാൻ കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്ക്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 3 മാസം അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ 65 എത്തി എൻ്റെ വെയിറ്റ്. അതായത് നമ്മളത് നമ്മുടെ ശരീരം ഇപ്പോൾ ബാലൻസായി. ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ കയ്യുമ്പോൾ എങ്ങനെ ഒരു ഹമ്പൊന്നുമില്ല. നമ്മളത് മുൻപ് വീഡിയോ എടുത്ത് വയ്ക്കാത്തത് കൊണ്ട് നമുക്കത് കാണിക്കാൻ പറ്റിയില്ല. കണ്ട ഇത് നമുക്ക് കണ്ടാലറിയാം, ഇവിടെ ഒരു ഹമ്പ് പോലെയാവും ശരിക്കും, ഇവിടെ ഒരു എഡ്ജ് പോലെ. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ ആ ഒരു എഡ്ജ്
മാറിക്കിട്ടും. അല്ലെങ്കിൽ ഒരു ഹമ്പ് പോലെയായിരുന്നു. അപ്പോൾ അത് കുറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഈ ട്രിപ്പ് ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. നമുക്ക് യാതൊരുവിധ പൈസ ചിലവുമില്ല, ലാഭം എന്നാണ് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ പാലിൻ്റെ ഒരു ഉപയോഗം നമ്മൾ നന്നായി പാല് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പൈസ ചിലവ് നമുക്ക് കുറഞ്ഞ് കിട്ടും. നമ്മൾ ഒരു ഡോക്ടേഴ്സിനെയും കാണണ്ട. കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ മീഡിയയിലൊക്കെ കണ്ട് തടി കുറഞ്ഞു, വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്ത് അത് ഇതൊക്കെ ചെയ്തിട്ട് എന്താ പറയുക, നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്, നമ്മുടെ ജീവൻ തന്നെ. അപ്പം അങ്ങനെയൊന്നും നമ്മൾ ചെയ്ത് നോക്കണ്ട. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പെട്ടെന്ന് തടി കുറയ്ക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഇത്രയും വലിയ ശരീരമല്ലേ, അതിനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം ഇല്ലാണ്ടാവുക ചെയ്യുക. നമ്മൾ തീരെ ഭക്ഷണം കഴിക്കാണ്ടായി നമ്മുടെ അന്നനാളൊക്കെ ഉണങ്ങിപ്പോവും. അപ്പം നമ്മൾ കഴിക്കുന്ന രീതിയിൽ തന്നെ കഴിക്കുക. ഈ മധുരത്തിൻ്റെ ഐറ്റംസുകൾ നമ്മളൊന്ന് ഒരു 3 മാസം ബാൻ ചെയ്യുക, നിർത്തുകയല്ല നമ്മൾ. നമുക്ക് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. അങ്ങനെ ചെയ്തിട്ട് പിന്നെ വല്ലപ്പോഴൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഒരു ചായ ഒരു ഐസ്ക്രീമൊന്നും കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ.